സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി മൻ കി ബാത്ത് സീസൺ 5 ക്വിസ് മത്സര വിജയികളായ തിരുവനന്തപുരം ജില്ലയിലെ 30 വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകി. രാജ്യതലസ്ഥാനം ചെറിയ പ്രായത്തിൽ കാണാൻ കഴിയുന്നത് അപൂർവമായ അവസരമാണെന്ന് വി മുരളീധരൻ പറഞ്ഞു. രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് കൂട്ടിച്ചേർത്തു. മേരാ യുവ ഭാരതും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും ചേർന്ന് സംയുക്തമായി നടത്തിയിട്ടുള്ള ടാലന്റ് ഹണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 30 വിദ്യാർത്ഥിനികൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മത്സരങ്ങളിലൂടെ വിജയികളായിട്ടുള്ള കുട്ടികളാണ് ഇന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെ കുട്ടികൾക്ക് അവസരം കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ തലസ്ഥാനം ഈ ചെറിയ പ്രായത്തിൽ തന്നെ നേരിട്ട് കാണാനും സന്ദർശിക്കാനും സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ അവസരം കിട്ടുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന ഒരു അപൂർവമായിട്ടുള്ള അസുലഭമായിട്ടുള്ളൊരു അവസരമാണ്. മേരാ യുവ ഭാരതിൻ്റെ ലക്ഷ്യം ഇതിലൂടെ തിരുവനന്തപുരത്ത് കുട്ടികളെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവർ വികസിത ഭാരതത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ജനങ്ങളോടൊപ്പം സജീവമായിട്ടുള്ള പങ്കുവഹിക്കുക. മത്സരങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ 30 പേര് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻഡിപെൻഡൻസ് ഡേ പരേഡ് കാണാനും കേന്ദ്രമന്ത്രിമാരെ നേരിട്ട് കണ്ട് സംസാരിക്കാനുമുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു വലിയൊരു എക്സ്പെക്ടേഷൻസിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം ഒരിക്കൽ ട്രൈ ചെയ്തായിരുന്നു, അത് ഞാൻ വലിയ കാര്യം എടുത്തില്ലെങ്കിലും അതിൽ കിട്ടാത്തപ്പോൾ ഒരു വാശിയുണ്ടായിരുന്നു. അതാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. ഇവിടെ നിൽക്കുന്ന പലർക്കും ആ ഒരു വാശിയായിരുന്നു ഇവിടെ എത്താനുള്ളൊരു കാരണം. മൻ കി ബാത്ത് സീസൺ 1 പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് ഇതിന്റെ സീരിയസ്നെസ്സിനെ കുറച്ചൊന്നും വലുതായിട്ട് അറിയില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഈ വർഷം വന്നപ്പോഴൊരു ഉള്ളിലൊരു വാശിയുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ദേശീയ പതാക ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിനായി മരിച്ച ഓരോ സൈനികന്റെയും അവസാന ശ്വാസത്തിൽ നിന്നാണെന്നാണ്. അത്തരത്തിലുള്ള ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയരുമ്പോൾ അതിന് ഒരു സല്യൂട്ട് നൽകാനായിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. ഈ ഡൽഹിയിൽ പോയിട്ട് അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ പരേഡിൽ പങ്കെടുത്ത് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന കാണാൻ എൻ്റെ പാട്രിയോട്ടിക് ആയിട്ടുള്ള മനസ്സിൽ ഭയങ്കര ഒരു പ്രൈഡ് തോന്നുന്നു. എൻ്റെ പാരൻസിനും എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ സ്കൂളിനും എല്ലാവർക്കും ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനത്തെ ചാൻസ് കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത്. നേരത്തെ കേട്ടിട്ടുണ്ട്, എന്നാലും പങ്കെടുക്കണമെന്നൊരു താല്പര്യം ആദ്യമേ ഇല്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 3 സീസണുകളിലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ 3 സ്റ്റുഡൻസാണ് ഡൽഹി വിസിറ്റ് ചെയ്തത്. ഈ കഴിഞ്ഞ 3 സീസണിൽ കണ്ടിന്യൂസ് ആയിട്ട്. സോ അപ്പോൾ ഒരു ആഗ്രഹം തോന്നി എന്തുകൊണ്ട് എനിക്കും പങ്കെടുത്തുകൂടാന്ന്. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഈ വർഷമാണ് കൂടുതൽ റൗണ്ടുകൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. മുൻ വർഷങ്ങളിൽ ക്വിസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അതിനെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ വർഷം 6ഓളം റൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്.